വഴിയോരങ്ങളിലും വഴിവീതികളിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യരും ബഹുമാന്യരുമായ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ക്രൈസ്തവ അഭിവാദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും ആരംഭം കുറിച്ച സുവിശേഷ സന്ദേശ ബോധവൽക്കരണ യാത്ര ഇന്ന് ഈ നാടിന്റെ വിവിധ ഇടങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് നാടിനോട് ദിവ്യ സന്ദേശത്തെ വിളംബരം ചെയ്ത് ഇന്ന് സന്ധ്യയിൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്, വളരെ നന്ദിയുള്ളവരാണ്. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് കാൽച്ചുവടുകൾ വെച്ച് നീങ്ങുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങളും പേമാരികളും ദുരന്തങ്ങളും മാറാവ്യാധികളുമൊക്കെ അന്ത്യകാലത്തെക്കുറിച്ച് കാര്യാദികൾ ചിന്തിക്കപ്പെടുമ്പോൾ ഇന്ന് നിത്യനായ ദൈവത്തിന്റെ മഹാസാന്നിധ്യം, നിത്യനായ ദൈവത്തിന്റെ കരുണ, നിത്യസ്നേഹത്തെക്കുറിച്ച് വിവിധ കവലകളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ വിളംബരം ചെയ്യുകയുണ്ടായി. പ്രിയതേ, കേരളത്തിന്റെ വിവിധ മേഖലകൾ സഞ്ചരിച്ച് സാമൂഹിക വിപത്തുകളെ കുറിച്ചും ബോധവൽക്കരണ സന്ദേശമായും ഒക്കെ ഞങ്ങൾ വിവിധ മേഖലകളിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിനെ ഉയർത്തിക്കാട്ടുന്നു. ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഇരുണ്ടൊരു കാലഘട്ടമായി മുമ്പോട്ട് നീങ്ങിയിരുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അപരനാമത്തിൽ അറിയപ്പെട്ട ഈ കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തിലും സാമൂഹിക രംഗങ്ങളിലുമൊക്കെ വളരെ താഴ്ന്ന നിലവാരത്തിൽ ആയിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പാമ്പിനും പട്ടിക്കും പഴുതാരിക്കും വഴി നടക്കാം, എന്നാൽ മനുഷ്യന് വഴി നടക്കുവാൻ കഴിയാതിരുന്നൊരു കാലഘട്ടം, ഇഷ്ടപ്പെട്ട വസ്ത്രത്തെ ധരിക്കുവാൻ കഴിയാതിരുന്നൊരു കാലഘട്ടം, വിദ്യാഭ്യാസം ചെയ്യുവാൻ എല്ലാവർക്കും അനുവാദമില്ലാതിരുന്നൊരു കാലഘട്ടം, മനുഷ്യനോടുകൂടെ മൃഗത്തോടുകൂടി മനുഷ്യനെ കെട്ടിവെച്ച് വയലുകളിൽ ഒഴിവിക്കുന്ന ഒരു കാലഘട്ടം, മനുഷ്യന്റെ സമ്പ്രദായങ്ങൾക്കോ മനുഷ്യന്റെ ഇഷ്ടങ്ങൾക്കോ വില കൊടുക്കാതിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ട് സാമൂഹിക പരിഷ്കർത്താക്കളുടെയും മതനേതാക്കന്മാരുടെയും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ ഉജ്ജ്വലമായ പ്രകടനം കൊണ്ടും ഉജ്ജ്വലമായ പരിശ്രമങ്ങൾ കൊണ്ടും നമ്മളിന്ന് കാണുന്ന ഈ കൊച്ചുനാടിനെ ലോകത്തിന്റെ നെറുകയിൽ ഒന്നാം നമ്പറായി വിളങ്ങി നിൽക്കത്തക്ക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ഇവിടുത്തെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക രംഗങ്ങളിലുള്ള എല്ലാവരുമാണെന്ന് ഒരു പ്രാവശ്യം കൂടി നമുക്ക് പറയേണ്ടി വരും. എല്ലാവരുടെയും ചിന്തയിൽ അധമപാതാളത്തിലേക്ക് താണുപോയ ഈ കൊച്ചു കേരളത്തെ ലോകത്തിന്റെ നെറുകയിൽ അതിന്റെ പദവിയോട് ഉയർത്തി നിർത്തണമെന്നുള്ള വളരെ ആഗ്രഹത്തോടെയും വളരെ പ്രയത്നത്തോടെയും പ്രയത്നിച്ചതിന്റെ ഫലമായി ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളം ഉയരങ്ങളിലെത്തിയോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഉയരങ്ങളിലെത്തി. നല്ല നല്ല റോഡുകള്, നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, നല്ല നല്ല സ്കൂളുകള്, അപ്പോൾ തന്നെ നല്ല നല്ല ആരോഗ്യ മേഖലകളൊക്കെ നമുക്ക് നമ്മുടെ മുൻനിരയിൽ നിർത്തിവെക്കുവാൻ കഴിയും. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിദ്യ അഭ്യസിപ്പിക്കുവാൻ അനുവാദമില്ലാത്തടത്ത് നിന്ന് ഇപ്പോൾ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം എന്ന ബഹുമതി നമ്മൾ നേടിയെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ രംഗങ്ങൾ, ഹൃദയം മാറ്റൽ ശസ്ത്രക്രിയ മുതൽ കൊറോണ വൈറസിനുള്ള വാക്സിൻ കണ്ടുപിടിച്ച നിലവാരത്തിലേക്കും നമ്മുടെ നാട് ഉയർന്നിരിക്കുന്നു എന്ന് നമുക്ക് തിരസ്കരിക്കുവാൻ കഴിയാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഓരോ നിലവാരം എടുത്തു നോക്കിയാൽ ചെറുവഴികളും ഇടവഴികളും പെരുവഴികളും ഒക്കെ മനുഷ്യന് ഉപയോഗിക്കത്തക്ക നിലവാരത്തിലുള്ള മേൽത്തരമായ നിലവാരത്തിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാ നല്ല നല്ല പാർപ്പിടങ്ങള്, അപ്പോൾ തന്നെ എല്ലാ മേഖലകളിലും വൈദ്യുതി എത്തിക്കണമെന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തനം ആരംഭിക്കപ്പെട്ട ഗവൺമെന്റിന്റെ വിവിധ സംവിധാനങ്ങൾ, സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി മുതൽ പഞ്ചവത്സര പദ്ധതി വരെ ആരംഭിക്കപ്പെട്ട മേഖലകൾ, അങ്ങനെ നിരവധി ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് നിരത്തിവെച്ച് എണ്ണിപ്പറയുവാൻ അനവധി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ കൊച്ചുനാടിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവരുടെയും ചിന്തയിൽ ഒരേ ഒരു കാര്യം മാത്രം,
നാടിന്റെ ഉന്നമനം, നാടിന്റെ ഉയർച്ച, നാടിന്റെ വികസനം എന്നുള്ള നിലവാരത്തിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് നമ്മൾ പുരോഗതിയും ഉന്നമനങ്ങളും ചിന്തിച്ചുകൊണ്ട് പ്രയത്നിച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ മറുഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ അടുത്ത് വരുവാനിരിക്കുന്ന തലമുറകൾ, വരുവാനിരിക്കുന്ന മുമ്പോട്ടുള്ള നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങൾ നമ്മുടെ സാംസ്കാരിക ശൂന്യമായ മേഖലകളിലേക്ക് ഒരു വിഭാഗം സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് പച്ചയായ യാഥാർത്ഥ്യത്തെ നമുക്ക് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന മദ്യപാനങ്ങളും അതുപോലെ തന്നെ പുകയിലയുടെ ഉപയോഗങ്ങൾ, അതുപോലെ തന്നെ പീഡനങ്ങൾ, അക്രമങ്ങൾ, അനീതികൾ എന്നിവ നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരനുഭവത്തിലേക്ക് എത്തി നിൽക്കുന്നു. നാളെയുടെ വാഗ്ദാനങ്ങളായി നമ്മൾ സ്വരുക്കൂട്ടി ചിന്തിച്ചു വെക്കുന്ന യുവതലമുറ വഴിതെറ്റിപ്പോകുന്ന ഒരനുഭവത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളത് ആർക്കും തിരസ്കരിക്കുവാൻ കഴിയത്തില്ല. ഒരു ഭാഗത്ത് വിദ്യാഭ്യാസം കൊണ്ടും, ഒരു ഭാഗത്ത് മെഡിക്കൽ ഫീൽഡ് കൊണ്ടും, ഒരു ഭാഗത്ത് സാമൂഹിക സാംസ്കാരിക രംഗങ്ങൾ കൊണ്ടും നമ്മൾ ഉയർച്ചയുടെ പാതാവിലെത്തി എന്ന് പറയുമ്പോൾ ഇന്ന് പകലുകൾ നമ്മുടെ സിറ്റൗട്ടുകളിൽ പറന്നു വീണ പത്രപേപ്പർ നിവർത്തി വായിച്ചു നോക്കിയാൽ അതിനകത്ത് കാണുവാൻ കഴിയുന്ന മനുഷ്യഹൃദയത്തെ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളുടെ പരമ്പരകൾ, പീഡനങ്ങളുടെ പരമ്പരകൾ, അക്രമങ്ങളുടെ പരമ്പരകൾ, അനീതിയുടെ പരമ്പരകൾ ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു പത്രമെടുത്ത് ആർത്തിയോടെ വായിക്കുന്ന ഒരു വായനാകർത്താവിന്റെ ഹൃദയത്തെ നടുക്കിക്കളയുന്ന നിലവാരത്തിലുള്ള വാർത്തകളാണ് ഓരോ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും നമ്മുടെ വിദ്യാഭ്യാസമുണ്ടെന്ന് അഹങ്കാരത്തോട് നമ്മൾ തലയുയർത്തിപ്പിടിച്ച് പറയുന്ന സാംസ്കാരിക ശൂന്യത പറ്റാത്ത നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവണതകളും, ഓരോ സംഭവ വികാസങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള ഈ മേഖലകളിൽ നമുക്കിതെന്ത് പറ്റി? വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? അല്ലയല്ല. മതപാഠശാലകളുടെ കുറവാണോ? അല്ലയല്ല. നമ്മുടെ ഈ നാടിന് ഇതെന്ത് പറ്റി എന്നുള്ള ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നു. പല വിധത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തിരുത്തിക്കൊണ്ടുവരാൻ പല വിധത്തിലുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നു. പക്ഷേ അവയ്ക്കൊന്നും പിടികൊടുക്കാതെ പലപ്പോഴും നമ്മുടെ ഒന്നും കരങ്ങളിൽ ഒതുങ്ങാതെ നമ്മുടെ യുവതലമുറ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പത്രം നിവർത്തി വായിച്ചപ്പോൾ അതിനകത്ത് കാണുവാൻ കഴിയുന്നു, പത്രത്തിന്റെ പേജുകൾ മറച്ച് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും വിദേശത്തിന്റെ വാർത്തകൾ കൊടുക്കുന്ന ഒരു പേപ്പർ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മരണത്തിന്റെ കോളങ്ങൾ, മരണത്തിന്റെ വാർത്തകൾ കൊടുക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. പ്രാദേശിക വാർത്തകൾ കൊടുക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. എന്നതുപോലെ തന്നെ ആ പത്രത്തിന്റെ താളുകൾ തിരിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് പീഡനങ്ങളുടെയും അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പേപ്പർ എനിക്ക് കാണുവാൻ കഴിയുന്നു. സാംസ്കാരിക കേരളത്തോടെ, പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തോടെ ആ പത്രമാധ്യമം മടിയില്ലാതെ വിളിച്ചു പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, കൊലപാതകത്തിന്റെയും അക്രമത്തിന്റെയും അനീതിയുടെയും പീഡനത്തിന്റെയും വാർത്തകൾ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു പത്രം തന്നെ ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നുള്ള കാര്യം നമ്മുടെ സമൂഹം മറന്നു പോകരുത്. നമ്മുടെ കലാലയങ്ങളൊക്കെ പണ്ടൊക്കെ നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങളുടെ ബാഗുകൾ പരിശോധിച്ചാൽ അതിനകത്ത് കമ്പുമുട്ടായും കോലുമുട്ടായും നാരങ്ങാമുട്ടായും ഒക്കെയായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ആ കാലം മാറി. ആ കമ്പുമുട്ടായിക്കകത്തും നാരങ്ങാമുട്ടായിക്കകത്തും മയക്കുമരുന്ന് പൊതിഞ്ഞ അനുഭവങ്ങളിലേക്ക്, ടിഫിൻ ബോക്സിനകത്തുമൊക്കെ മയക്കുമരുന്ന് പൊതിഞ്ഞ അനുഭവങ്ങളിലേക്ക് നമ്മുടെ കൊച്ചുകൊച്ചുങ്ങളുടെ ബാഗുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കലാലയങ്ങൾ ലഹരി കൊണ്ട് പുകയുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ നിരക്കുകൾ, വെള്ളത്തിൽ ചാടിയും ട്രെയിന് തലവെച്ചും തീ കത്തിച്ചും എത്രയെണ്ണമാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊലപാതകത്തിന്റെ പരമ്പരകൾ, അപ്പൻ മകനെ തല്ലിക്കൊല്ലുന്നു, മകൻ അപ്പനെ തല്ലിക്കൊല്ലുന്നു. കൊച്ചു പിഞ്ചോമനെ 9 മാസം പ്രായമുള്ള 9 മാസം വയറ്റിലിട്ട് വളർത്തിയ പിഞ്ചോമനെ കടൽ ഭിത്തിയെ എറിഞ്ഞുകൊല്ലുന്ന മാതാക്കന്മാരുള്ള നാടായിട്ട് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളിതെല്ലാം ഈ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ഒരു കശാപ്പുകാരൻ തന്റെ കുളിമുട്ടത്തിന് മുകളിലേക്ക് കോഴിയെ വെച്ച് വെട്ടുന്ന ലാഘവത്തോടെ അത് പോയി ആ ബോക്സ് ഈ ബോക്സിന്റെ പോയാ
ചെറിയൊരു പ്രിയരെ, ഞാൻ ഓർപ്പിച്ചല്ലോ, ലാഘവത്തോടെ മനുഷ്യന്റെ കഴുത്തുവെട്ടി മനുഷ്യന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റി മനുഷ്യനെ, സഹോദരങ്ങളെ കൊല്ലുവാൻ മടിയില്ലാത്ത ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. 50 പൈസയ്ക്ക് സ്വന്തം സഹോദരനെ തലക്കടിച്ചു കൊല്ലുവാൻ മടിയില്ലാത്ത കൂട്ടുകാരനും, അതുപോലെ തന്നെ അപ്പനെ വെട്ടുവീഴ്ത്തുവാൻ മടിയില്ലാത്ത മകനും, പിഞ്ചോമനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊല്ലുവാൻ മടിയില്ലാത്ത അമ്മമാരുള്ള നാടായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിച്ചതുപോലെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കുറവാണോ? അല്ല. നമ്മുടെ മതപാഠശാലകളിലുള്ള നമ്മുടെ പഠനത്തിന് കുറവാണോ? അല്ല. നമ്മുടെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തനത്തിന് കുറവാണോ? അല്ല. ഇതിന്റെ എല്ലാം പിമ്പിലെ കാരണമെന്തെന്ന് അന്വേഷിച്ച് നമ്മൾ മുമ്പോട്ട് നീങ്ങിയാൽ നമ്മുടെ ആ ചോദ്യം ഒരു ചോദ്യചിഹ്നമായി സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിയമവും നിയമപാലകരും ഓരോ ദിവസവും പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് കൊലപാതകങ്ങളും അക്രമങ്ങളും അനീതികളും അടിച്ചമർത്തുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പ്രയത്നിച്ചുകൊണ്ടിരിക്കപ്പെടുമ്പോൾ അവയ്ക്കൊന്നും പിടികൊടുക്കാതെ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും പീഡനങ്ങളും പരമ്പരകൾ മുമ്പോട്ട് നീങ്ങുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതിന്റെ എല്ലാം കാരണമെന്തെന്ന് അന്വേഷിച്ചു പോയാൽ ഒരു ഭാഗം വിശുദ്ധ വേദപുസ്തകം നമ്മോട് മന്ത്രിക്കുന്ന ഒരു കാര്യമുണ്ട്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്തേ? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ടപ്പോൾ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യൻ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മനുഷ്യൻ, മറ്റു ഗ്രഹങ്ങളിൽ പോയി കല്ലും മണ്ണും വാരി പരിശോധിക്കാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യൻ, മറ്റു ഗ്രഹങ്ങളിൽ കാർ ഓടിച്ച് രസിക്കാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യൻ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യൻ, വിവേകം നഷ്ടപ്പെട്ടപ്പോൾ ഇതിലെ നടക്കുന്ന നാൽക്കാലി മൃഗത്തിന് പോലും ചെയ്യുവാൻ കഴിയാത്ത പ്രവൃത്തികൾക്ക് അടിമകളായി തീർന്നിരിക്കുന്നു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മനുഷ്യന്റെ മനസാക്ഷി മരവിപ്പിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. മനുഷ്യൻ എങ്ങനെ ഇത്രത്തോളം മതപതനത്തിലേക്ക് എത്തി? മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിന്റെയോ സാംസ്കാരികതയോ സാമൂഹിക രംഗങ്ങളുടെയോ മനുഷ്യന്റെ കുറവുകളല്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന, മനുഷ്യനറിയാതെ മനുഷ്യന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപമാണ് മനുഷ്യന്റെ ഈ അകൃത്യങ്ങൾക്ക് കാരണമെന്ന് തിരുവചനം ഉത്തരമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. മനുഷ്യനറിയാതെ മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ്. എല്ലാ മനുഷ്യരും ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്ന തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടതാണ്. പാപം മൂലം ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടതാണ്. മനുഷ്യൻ അധാർമിക പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നതിന് കാരണം. അപ്പോൾ മനുഷ്യന് ചികിത്സ വേണ്ടത്, മനുഷ്യന് മാറ്റം വരേണ്ടത് ഇസങ്ങളിൽ നിന്നോ തത്വചിന്തകളിൽ നിന്നോ ആചാരങ്ങളിൽ നിന്നോ അനുഷ്ഠാനങ്ങളിൽ നിന്നോ അല്ല. മനുഷ്യന് മാറ്റം വരേണ്ടത് മനുഷ്യന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ പാപത്തിന്റെ പരിണത ഫലത്തിൽ നിന്നാണ് മനുഷ്യന് മാറ്റം വരേണ്ടത്. അപ്പോൾ മനുഷ്യന് മാറ്റം വരേണ്ടത് പാപത്തിൽ നിന്നാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ. മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കുവാൻ എന്തിന്റെ മണ്ണിൽ ഉടലെടുക്കപ്പെട്ട ഒരു സംവിധാനങ്ങൾക്കും കഴിയാതിരിക്കപ്പെടുമ്പോൾ, ഒരു ഇസങ്ങൾക്കും കഴിയാതിരിക്കപ്പെടുമ്പോൾ, ഒരു തത്വചിന്തകൾക്കും കഴിയാതിരിക്കപ്പെടുമ്പോൾ, ഒരു ആചാരാനുഷ്ഠാനങ്ങൾക്ക് മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഇന്നേക്ക് വർഷങ്ങൾക്കപ്പുറത്ത് ഒരുവൻ വിളിച്ചു പറഞ്ഞു, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ലോകത്തെ നോക്കി ആർജവത്തോടെ വിളിച്ചു പറഞ്ഞ ഒരേ ഒരു നേതാവ് അത് ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെ എത്രയോ മഹാന്മാർ ജനിച്ച് മൺമറഞ്ഞിടമാണ് നമ്മുടെ ഇടം. ഇവിടെ എത്രയോ രാജാക്കന്മാർ വാണരുളിയ മണ്ണാണ് നമ്മുടെ മണ്ണ്. ഇവിടെ എത്രയോ സാമ്രാട്ടുക്കൾ
പിതാക്കൾ ഭരിച്ചു മാറിയ മണ്ണാണ് നമ്മുടെ മണ്ണ്. അവരാരും പ്രഖ്യാപിക്കുവാൻ തന്റെ ഇടമില്ലാതെ പോയ പ്രഖ്യാപനം യേശു പ്രഖ്യാപിച്ചു. മനുഷ്യ, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ലോകത്തെ നോക്കി ആർജവത്തോടെ വിളിച്ചു പറഞ്ഞ ഒരേ ഒരു നേതാവ് ഇന്ന് സന്ധ്യയിൽ ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉച്ചസ്വരത്തിൽ ഇവിടെ എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിന് മാത്രമേ മനുഷ്യന്റെ പാപമംഗുലമായ ജീവിതത്തെ പണിഞ്ഞ് പക്കമാക്കി നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുവാൻ കഴിയുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അടിവരയിട്ടുകൊണ്ട് തന്റെ ഇടത്തോടെ ഈ നാടിനോട് ഞങ്ങൾ വിളംബരം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകാം, എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര തന്റെ ഇടത്തോടെ ഇക്കാര്യം വിളംബരം ചെയ്യുന്നു എന്ന്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും തലവേദനയായി നടന്നിരുന്നൊരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, വീട്ടിൽ വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റിമറിച്ചത് ഇവിടുത്തെ ഇസങ്ങളോ തത്വചിന്തകളോ നിയമങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ അല്ല ഞങ്ങളെ മാറ്റിയത്. ഞങ്ങൾ പിടിച്ച കൊടിയുടെ നിറവല്ല ഞങ്ങളെ മാറ്റിയത്. ഞങ്ങൾ അനുഭവിച്ച വേദനകളെ മാറ്റിമറിച്ചത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹം അകത്തു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, സ്നേഹിത, നീയും എന്റെ രക്തമാണ്, നീയും എന്റെ സഹോദരനാണ്, നീയും എന്റെ സ്നേഹിതനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആർജവത്തോടെ ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അകത്ത് സ്വീകരിക്കുന്ന ആരുണ്ടോ, നിന്റെ പാപമംഗുലമായ ജീവിതത്തിൽ നീ അനുഭവിക്കപ്പെടുന്ന വിലകൾ, നീ അനുഭവിക്കപ്പെടുന്ന രോഗങ്ങൾ, നീ അനുഭവിക്കപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, നീ അനുഭവിക്കപ്പെടുന്ന ആത്മഹത്യ പ്രേരണകളെ പോലും പരിഹരിച്ച് നിന്റെ നല്ല മക്കളായി ജീവിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം. ഹല്ലേലൂയ! യേശുക്രിസ്തുവിന്റെ സ്നേഹം ഒരു മതപരിവർത്തനമല്ല. യേശുക്രിസ്തുവിന്റെ സ്നേഹം ഒരു മതപരിവർത്തനമല്ല. യേശുക്രിസ്തുവിന്റെ സ്നേഹം ഒരു മനം മാറ്റമാണ്. എന്തിൽ നിന്ന്? പാപത്തിന്റെ വഴികളെ വിട്ടൊഴിഞ്ഞ് നിത്യതയ്ക്കായുള്ള വഴിയിലേക്ക് യാത്ര ചെയ്യുന്നതാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം. പാപം പേറി, പാപത്തിന്റെ ഭാണ്ഡമേറി നാൽക്കവലയിൽ വീണും എഴുന്നേറ്റും യാത്ര ചെയ്യുന്ന മനുഷ്യനോട് നിന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് ദിവ്യ സ്നേഹത്തിനുടമയായ കർത്താവിന്റെ സ്നേഹത്തെ ഉള്ളിൽ തന്ന് നിത്യതയ്ക്ക് അവകാശികളായി മാറ്റുന്നതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത. അത് മതപരിവർത്തനമായി മാറുകയില്ല. മനുഷ്യന്റെ പാപത്തെ പരിഹരിച്ച് നല്ല മനുഷ്യനാക്കി മനുഷ്യനെ മാറ്റുന്നതാണ് യേശുവിന്റെ സ്നേഹം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തേടിയതും ഞാൻ അന്വേഷിച്ചതും ഞാൻ നടന്നു നീങ്ങിയതും ഞാൻ ചിന്തിച്ചതുമായ മേഖലകളൊന്നും എന്നെ വിടുവിക്കുവാനില്ലാതിരുന്നപ്പോൾ, എന്നെ കഴുകി ശുദ്ധീകരിക്കുവാനില്ലാതിരുന്നപ്പോൾ, എന്റെ ദുഷ്സ്വഭാവങ്ങളിൽ നിന്ന് മാറ്റുവാൻ കഴിയാതിരുന്നപ്പോൾ എന്നെ മാറ്റിയത് യേശുവിന്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് ഇത്ര ആർജവത്തോടെ ഞങ്ങൾ പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല എന്ന്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. കാട്ടിലകപ്പെട്ട ഒരു മനുഷ്യൻ, ഒരിക്കലും വഴിതെറ്റിപ്പോകുന്ന ഒരു മനുഷ്യൻ, ഒരിക്കലും നല്ല വഴി നേർവഴി കാണാതിരിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ കയ്യിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരിക്കാം, അവന്റെ കൈകളിൽ ആയുധമുണ്ടായിരിക്കാം, അവന്റെ കൈകളിൽ പണമുണ്ടായിരിക്കാം, പക്ഷേ ഇതൊന്നും അവനെ നല്ല വഴിക്ക് നടത്തത്തില്ല. കാട്ടിലെ വഴി നന്നായി അറിയാവുന്ന നല്ലൊരു സ്നേഹിതനാണ് ആ കാട്ടിലകപ്പെട്ടവന് ആവശ്യമായി വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിന്റെ കയ്യിൽ പണം കാണാം, ഭക്ഷണ സാധനങ്ങൾ കാണാം, ഒരുപക്ഷെ ആരോഗ്യം കാണാം, പക്ഷേ വഴി ഉലഞ്ഞു നടക്കുന്ന എന്ത് ചെയ്യണമെന്നറിയാതെ ഉലഞ്ഞു നടക്കപ്പെടുമ്പോൾ താങ്കൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നത് വഴിയറിയാവുന്ന നല്ലൊരു സ്നേഹിതനെയാണ്. ആ സ്നേഹിതനെ ഇന്ന് സന്ധ്യങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവനാണ് യേശു ക്രിസ്തു. അവൻ ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. വഴിയും സത്യവും ജീവനുമാണ് എന്നുറക്കെ പ്രഖ്യാപിച്ച നാഥൻ. അതൊരു മതത്തിലേക്കുള്ള വഴിയല്ല, ഒരു മാർഗത്തിലേക്കുള്ള വഴി, അത് നിത്യതയിലേക്കുള്ള ഒരു വഴി. ഹല്ലേലൂയ! മനുഷ്യന്റെ സൃഷ്ടാവായ മഹാദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനെ ജീവശ്വാസം കൊടുത്ത്, മൂക്കിലേക്ക് ജീവശ്വാസം ഊതിക്കൊടുത്ത് ജീവനുള്ള ദേഹിയൊക്കെ തരുന്നു. ആ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നു. ആ വാസം ചെയ്യുന്ന ആത്മാവിനെ പാപമംഗുലമായ ജീവിതത്തിലൂടെ നടന്ന് പാപത്തിന്റെ കടികകൾ പറ്റി
ഹല്ലേലൂയ, അതിനെ കഴുകി ശുദ്ധീകരിച്ച് എവിടെ നിന്ന് ദൈവം ആത്മാവിനെ അയച്ചോ അവങ്കിലേക്ക് മടങ്ങിപ്പോകുന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകുവാനിരിക്കുന്ന മനുഷ്യനെ ശുദ്ധീകരിച്ച് യേശുവിന്റെ അടുത്തേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണ് പാപം കഴുകി അവൻ ശുദ്ധീകരണത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. സ്നേഹിത, നിന്റെ ജീവിതത്തിന്റെ പ്രയാണത്തിൽ മുമ്പോട്ടുള്ള നടത്തത്തിൽ ജീവിതത്തിന്റെ നാൽക്കവലയിൽ ഉടഞ്ഞുപോയൊരു പളങ്ക് പാത്രം പോലെ താങ്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ തച്ചുടച്ച മേഖലയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഇന്ന് മുതൽ നിന്റെ ഉടച്ചിലുകളെ മാറ്റി, നിന്റെ തകർച്ചയെ മാറ്റി പണിതു പക്കമാക്കി നല്ലൊരു മനുഷ്യനായി ജീവിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സത്യം. അതുകൊണ്ട് ഇന്ന് പകൽ വേളയിൽ ഏത് സാഹചര്യത്തിൽ താങ്കളായും ആരുമായിക്കോട്ടെ, ഏത് സാഹചര്യത്തിലിരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് വരാം, യേശുവിന്റെ അരികിലേക്ക് വരാം. യേശു നിങ്ങളെ സൗഖ്യമാക്കും. നീളമുള്ളവനെന്നോ താഴ്ചയുള്ളവനെന്നോ ഭാഷാന്തര വ്യത്യാസമുള്ളവനെന്നോ അല്ലെങ്കിൽ നിറത്തിന്റെ വ്യത്യാസമുള്ളവനെന്നോ രാജ്യാന്തര വ്യത്യാസമുള്ളവനെന്നോ ഒന്നുമില്ലാതെ മാനവനായി പിറന്ന സകലർക്കും വേണ്ടി കാൽവരിയുടെ കുലക്കളത്തിൽ യാഗമായി തീർന്ന ഒരേ ഒരു രക്ഷകൻ നമ്മുടെ രക്ഷയ്ക്കായി ഈ ഭൂപരപ്പിലേക്ക് ഇറങ്ങി വന്ന് ആ രക്ഷ കരസ്ഥമാക്കുവാൻ ചെയ്യേണ്ട വ്യവസ്ഥകൾ ഒറ്റക്കാര്യം മാത്രം. ഇരിക്കുന്ന ഇരിപ്പിടിൽ ഇരുന്നുകൊണ്ട് നേർച്ചകൾ വേണ്ട, കാഴ്ചകൾ വേണ്ട, പണം മുടക്കില്ലാതെ താങ്കൾ ഏത് സാഹചര്യത്തിൽ എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഈ ശബ്ദപരിധി കേൾക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് വീട്ടിലായിരിക്കാം, വഴിയരികിലായിരിക്കാം, ഒരുപക്ഷെ വാഹനത്തിലായിരിക്കാം, എവിടെയായിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് യേശുവേ എന്റെ പാപത്തെ ഒന്ന് കഴുകുവാൻ എന്നെ ഹൃദയത്തിലേക്കൊന്ന് വരയണമേ എന്നാത്മാർത്ഥമായി വിളിക്കുന്ന ആരുണ്ടോ ഇന്ന് സന്ധ്യങ്ങൾ നിന്റെ പാപത്തെ കഴുകുവാൻ അവൻ നിന്റെ അരികിൽ വരും. അരികിൽ വരുന്ന ആ യേശു ക്രിസ്തുവിന്റെ ആ പാപത്തെ കഴുകി ശുദ്ധീകരിക്കപ്പെടുവാൻ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രം. രക്ഷാകവാടം ഏറ്റുപറയുവാൻ ഒറ്റ കാര്യം മാത്രം. യേശുവേ നീ എന്റെ രക്ഷകനാണ്, ഇന്ന് മുതൽ ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ വായു കൊണ്ട് ഏറ്റുപറയുന്നു. വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമാണെന്ന് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെടുവാൻ, താങ്കളുടെ പാപത്തെ പൊറുക്കുവാൻ, താങ്കളുടെ പാപത്തെ വിട്ടൊഴിയുവാൻ ഒറ്റ കാര്യം, യേശു ക്രിസ്തു രക്ഷകനാണെന്ന് അത് വിശ്വസിക്കുകയും അത് രക്ഷയ്ക്കായി വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു എങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെടും. ആർക്കെങ്കിലും രക്ഷാവാചകത്തിലേക്ക് രക്ഷാമാർഗത്തിലേക്ക് കടക്കണമെങ്കിൽ യേശുവേ അങ്ങ് എന്റെ കർത്താവും രക്ഷിതാവുമാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് താങ്കൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് താങ്കൾക്ക് യേശുവിനെ സ്നേഹിക്കാം. അത് വിശ്വാസത്താൽ അത് വായു കൊണ്ട് ഏറ്റുപറയുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ കർത്താവ് ഇന്നു മുതൽ നിന്നോടുകൂടെ വാസം ചെയ്യും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ രക്ഷ കരസ്ഥമാക്കി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് വരുവാനുള്ളത് നിത്യത ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് സംഭവ വികാസങ്ങൾ, ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കപ്പെടുമ്പോൾ യേശു കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ, ആ രക്ഷിക്കപ്പെട്ട കൂട്ടത്തെ ചേർക്കുവാൻ ഇറങ്ങി വരുമ്പോൾ താങ്കൾക്കും അതിൽ പങ്കുചേരാം എന്നുള്ള കാര്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തു രാജാതി രാജാവ്, യേശു ക്രിസ്തു കർത്താതി കർത്താവ്. ആ ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക ദേശമേ എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം ഈ നാടിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. തിരുപാദത്തിലേക്ക് അടിയങ്ങൾ ഒരുമിച്ചെടുത്തു വരുന്നു. ദൈവത്തിന്റെ മഹത്വകരമായ കൃപയ്ക്കുള്ളിൽ തന്നെ ജനതയെ പരിപാലിക്കണമേ. കേട്ടിരുന്ന ഭവനങ്ങളിൽ, വഴിയരികിലും, അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലും, മറ്റിടങ്ങളിൽ, വാഹനത്തിലും ഒക്കെ ഇരുന്ന് ഈ ശബ്ദം കേട്ട എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ നാടിനെ അനുഗ്രഹിക്കണമേ. നാടിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തണമേ. ദൈവത്തിന്റെ അഭിഷേകവും ദൈവത്തിന്റെ കരുണയും ഈ നാടിനോട് കൂടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമസ്തവും അനുഗ്രഹത്തിനാക്കി തീർക്കും ദൈവത്തിന്റെ മഹത്വം കണ്ട് സന്തോഷിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. കരങ്ങളിൽ താഴുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമേറിയ നാമത്തിൽ